ശാന്തി. 26/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ അന്ന് ഓർമ്മിപ്പിച്ചത്, നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ നിലനിർത്തണം. അപ്പം മധുബനിൽ നിന്ന് പോകുമ്പോൾ ഓരോരോ ആത്മാവിലും ആ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ഓർമ്മ നിലനിർത്തിയിട്ട് വേണം കുട്ടികൾ തിരിച്ചു പോകാൻ എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ജിത്തന ഏക് ദോ കെ സ്നേഹി സഹയോഗി ബനത്തെ ഹെ ഉത്തന ഹി മായാ കെ വിഘ്ന ഹട്ടാനെ മേ സഹयोग മിൽത്താ ഹെ. എത്രമാത്രം ഓരോരുത്തരുടെയും പരസ്പരം സ്നേഹി സഹയോഗിയാകുന്നു, അത്രയും മായയുടെ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹയോഗം കിട്ടും. സഹयोग ദേന അർത്ഥാത് സഹयोग ലേന. സഹയോഗം കൊടുക്കുക അർത്ഥം സഹയോഗം എടുക്കുക. परिवार में आत्मिक स्नेह देना है और माया पर विजय पाने का सहयोग लेना है. പരിവാരത്തിൽ ആത്മീയ സ്നേഹം കൊടുക്കുക, മായയുടെ മേൽ വിജയം പ്രാപിക്കുന്നതിനുള്ള സഹയോഗം എടുക്കുക. അപ്പം ബാബ പറയുകയാണ്, നമ്മൾ എത്രമാത്രം പരസ്പരം സ്നേഹി സഹയോഗിയാകുന്നു, അത്രയും മായയുടെ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹയോഗം കിട്ടും. അപ്പോൾ കുടുംബത്തിൽ, ഈശ്വരീയ കുടുംബത്തിൽ ആത്മീയ സ്നേഹം കൊടുക്കുക അർത്ഥം മായയുടെ മേൽ വിജയം പ്രാപിക്കുന്നതിനുള്ള സഹയോഗം എടുക്കുകയാണ്. യഹ് ലേൻ ദേൻ കാ ഹിസാബ് ഠീക്ക് രേത്താ ഹെ. ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ കണക്ക് വളരെ ശരിയാണ്, വളരെ കറക്റ്റാണ്. ഈ സംഗം സമയ പർ ഹി അനേക ജന്മോ കാ സംബന്ധ ജോഡനാ ഹെ. ഈ സംഗമ സമയത്ത് തന്നെയാണ് അനേക ജന്മങ്ങളുടെ ബന്ധം യോജിപ്പിക്കേണ്ടത്. സ്നേഹ ഹേ സംബന്ധ ജോഡനെ കാ സാധൻ. സ്നേഹം എന്ന് പറയുന്നത് സംബന്ധം യോജിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. ജൈസെ കപ്പടെ സിലായി കർനെ കാ സാധൻ ധാഗ ഹോത്താ ഹെ, വൈസേ ഹി ഭവിഷ്യ സംബന്ധ ജോഡനെ കാ സാധൻ ഹെ സ്നേഹരൂപി ധാഗ. അപ്പം ഏതുപോലെ വസ്ത്രം തയ്ക്കുന്നതിനുള്ള സാധനയാണ് നൂലുകൊണ്ടാണല്ലോ നമ്മൾ തയ്ക്കാറുള്ളത്. അതേപോലെ ഭാവിയിലെ സംബന്ധങ്ങൾ യോജിപ്പിക്കുന്നതിന് സ്നേഹമാകുന്ന നൂലാണ് വേണ്ടത്. ജൈസേ യഹാൻ ജോഡേങ്കി വൈസേ വഹാൻ ജുഡാ ഹുവാ മിലേങ്കി. ഇവിടെ എങ്ങനെ യോജിപ്പിക്കുന്നു അവിടെ യോജിച്ച് റെഡിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടുകൂടി സംബന്ധം, ബന്ധം ഈശ്വരീയ കുടുംബത്തിൽ യോജിപ്പിക്കുന്നു, അതിനനുസരിച്ച് അവിടെ നമുക്ക് ആ യോജിപ്പിച്ച ബന്ധങ്ങൾ തന്നെ ശരിയായ രീതിയിൽ കിട്ടും എന്ന് ബാബ പറയുകയാണ്. ജോഡിനേക്കാ സമയ ഓർ സ്ഥാൻ യഹ് ഹെ. ആ ബന്ധം യോജിപ്പിക്കുന്നതിനുള്ള സമയവും സ്ഥാനവും ഇതുതന്നെയാണ്. ഈശ്വരീയ സ്നേഹ ഭി തബ് ജുഡ് സക്താ ഹെ ജബ് അനേക കെ സാത്ത് സ്നേഹ സമാപ്ത് ഹോ ജാത്താ ഹെ. ഈശ്വരീയ സ്നേഹവും അപ്പോഴേ യോജിക്കാൻ കഴിയുകയുള്ളൂ എപ്പോഴാണോ അനേകം പേരുമായിട്ടുള്ള സ്നേഹം സമാപ്തമാകുന്നത്. അനേകം പേരുമായിട്ടുള്ള സ്നേഹം ഇല്ലാതാകുമ്പോഴാണ് ഈശ്വരീയ സ്നേഹം യോജിക്കാൻ കഴിയുന്നത്. तो अब अनेक स्नेह समाप्त कर एक से स्नेह जोड़ना है. ഇപ്പോഴ അനേക സ്നേഹം സമാപ്തമായിട്ട് ഒന്നുമായിട്ട് സ്നേഹം യോജിപ്പിക്കണം. വഹ് അനേക സ്നേഹ ഭി പരേശാൻ കർണേ വാലേ ഹേ. ഭവനി അനേകം സ്നേഹം ഉണ്ടല്ലോ, അനേകം പേരിൽ വയ്ക്കുന്ന സ്നേഹം അത് അസ്വസ്ഥമാക്കുന്ന സ്നേഹമാണ്. और यही एक स्नेह सदैव के लिए परिपक्व बनाने वाला है. ഈ ഒരു സ്നേഹം സദാകാലത്തേക്ക് പരിപക്വമാക്കുന്ന സ്നേഹമാണ്. അപ്പോൾ ബാബ പറയുകയാണ്, സ്നേഹത്തിൻ്റെ നൂലിൽ വേണം ഈ സമയത്ത് നമ്മൾ ബന്ധങ്ങൾ യോജിപ്പിച്ചു പോകാൻ. ഈശ്വരീയ കുടുംബത്തിൽ നമ്മൾ എത്രമാത്രം സ്നേഹത്തിൻ്റെ ആ ഒരു നൂലിൽ ബന്ധങ്ങൾ യോജിപ്പിക്കുന്നു, അതുതന്നെയാണ് ഭാവിയിലെ സത്യയുഗത്തിലെ നമ്മുടെ ബന്ധങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ആ യോജിപ്പിക്കുന്നതിനുള്ള ബന്ധങ്ങൾ യോജിപ്പിക്കുന്നതിനുള്ള സ്ഥാനവും അതേപോലെ സമയവും ഇതുതന്നെയാണ്.
ഈശ്വരീയ സ്നേഹവും യോജിക്കണമെങ്കിൽ മറ്റനേകം ഭാഗത്തു നിന്നുള്ള സ്നേഹം ഇല്ലാതായാലേ മതിയാവും. മറ്റനേകം പേരിൽ നമ്മൾ വയ്ക്കുന്ന സ്നേഹത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അസ്വസ്ഥതകളാണ്. പക്ഷേ ഈ ഒരു സ്നേഹം ബാബയിൽ നിന്നും ബാബയിലോട് നമ്മൾ യോജിപ്പിക്കുന്ന സ്നേഹബന്ധം എന്നും നമ്മളെ പരിപക്വമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അനേക തരഫ് സേ തോടിന് അവർ ഏക് തരഫ് ജോഡിന ഹെ. അനേകം ഭാഗത്തുനിന്ന് സ്നേഹം ഇല്ലാതാക്കുകയും ഒരേ ഒരു ഭാഗത്തേക്ക് ആ സ്നേഹബന്ധം യോജിപ്പിക്കുകയും വേണം. ബിനാ തോടെ കബി ജുട്ട് നഹി സക്ത. അതായത് മറ്റൊരു ഭാഗത്തേക്ക് സ്നേഹബന്ധം ഉണ്ട് എങ്കിൽ പിന്നെ വേറെ ഒന്നിലേക്ക് ബാബയിലേക്ക് യോജിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹം ഇല്ലാതാക്കിയാൽ മാത്രമേ ബാബയുമായിട്ട് സ്നേഹം യോജിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈശ്വരീയ കുടുംബവുമായിട്ട് സ്നേഹബന്ധം എന്നാലേ നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അഭി കമീക്കോ ഭർ സക്തേ ഹോ. ഇപ്പോൾ തൻ്റെ കുറവുകളെ നികത്താൻ കഴിയും. ഫിർ ഭർനേക്കാ സമയ ഖതം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തൻ്റെ കുറവുകളെ നികത്തുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ സമയം കിട്ടില്ല. ഐസേ സമച്ച് കർ കദം കോ ആകെ ബഠാന ഹെ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം തൻ്റെ ചുവടുകൾ മുന്നോട്ടുയർത്താൻ. മുന്നോട്ട് തൻ്റെ ചുവടുകൾ വെച്ച് ഉയരണമെന്നുണ്ടെങ്കിൽ ബാബ പറയുകയാണ് തൻ്റെ തെറ്റുകളെ തൻ്റെ കുറവുകളെ ഈ സമയത്ത് തന്നെ തിരുത്തി മുന്നോട്ട് പോകണം. സഭി തീവ്ര പുരുഷാർത്ഥി ഹോ വാ പുരുഷാർത്ഥി ഹോ. എല്ലാവരും തീവ്ര പുരുഷാർത്ഥികളാണോ അതോ പുരുഷാർത്ഥികളാണോ? തീവ്ര പുരുഷാर्थी के मन के संकल्प में भी हार नहीं हो सकती हैं. തീവ്ര പുരുഷാർത്ഥികളുടെ മനസ്സിൻ്റെ സങ്കല്പത്തിൽ പോലും തോൽവി ഉണ്ടാകുകയില്ല. ഐസി സ്ഥിതി ബനാനി ഹെ. അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കണം. ജോ സങ്കല്പ മേ ഭി മായാ സെ ഹാർ ന ഹോ. സങ്കല്പത്തിൽ പോലും മായയോട് തോൽക്കാൻ പാടില്ല. ഇസ്കോ കഹാ ജാത്ത ഹെ തീവ്ര പുരുഷാർത്ഥ. അപ്പം ഇതിനെയാണ് പറയുന്നത് തീവ്ര പുരുഷാർത്ഥമെന്ന്. അതായത് സങ്കല്പത്തിൽ പോലും മായയോട് തോൽക്കാതിരിക്കുക. ഇതിനെയാണ് തീവ്ര പുരുഷാർത്ഥം എന്ന് പറയുന്നത്. വേ ശുദ്ധ संकल्पों में पहले से ही मन को बिजी रखेंगे तो और संकल्प नहीं आएंगे. ഇത് ശുദ്ധ സങ്കല്പങ്ങളിൽ നേരത്തെ തന്നെ മനസ്സിനെ ബിസിയാക്കി വെക്കുകയാണെങ്കിൽ മറ്റ് സങ്കല്പങ്ങൾ വരികയില്ല. പൂരാ ഭരാ ഹുവാ ഹോങ്കാ തോ ഏക് ബൂന്ത് ഭി ജാസ്തി പട് നഹി സകേങ്കി നഹി തോ ബഹു ജായേഗ. പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു തുള്ളി പോലും കൂടുതൽ വീഴുകയില്ല. അല്ല എങ്കിൽ ഒഴുകാൻ തുടങ്ങും. तो यही संकल्प मन में रहे जो व्यर्थ संकल्प आने का स्थान ही न हो. ഈ സങ്കല്പം മനസ്സിൽ നിറഞ്ഞിരിക്കണം. വ്യർത്ഥ സങ്കല്പം വരുന്നതിനുള്ള സ്ഥാനം തന്നെ മനസ്സിലുണ്ടാകരുത്. അപ്പം നേരത്തെ തന്നെ ശുഭമായിട്ട് ശുദ്ധമായിട്ടുള്ള സങ്കല്പങ്ങൾ കൊണ്ട് മനസ്സിനെ നിറച്ചു വയ്ക്കുകയാണെങ്കിൽ ബാബ പറയുകയാണ് പിന്നെ വ്യർത്ഥമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് വരാനോ ഇരിക്കുന്നതിനോ ഉള്ള സ്ഥലം ഉണ്ടാകുകയില്ലല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ നേരത്തെ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കണം. ഇത്തന അപ്പനേക്കോ ബിസി രഖോ. ഇത്രയും സ്വയം തന്നെ ബിസിയാക്കി വയ്ക്കൂ. मन को बिसी रखने के तरीके जो मिलते हैं वह आप पूरे प्रयोग में नहीं लाते हो. മനസ്സിനെ ബിസിയാക്കി വയ്ക്കുന്നതിനുള്ള രീതി എന്താണോ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അത് നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോഗിക്കുന്നില്ല. അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നില്ല, പ്രാക്ടിക്കൽ കൊണ്ടുവരുന്നില്ല. ഇസ്ലിയെ വ്യർത്ഥ സങ്കല്പ ആ ജാത്തെ ഹെ. അതുകൊണ്ടാണ് വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്നത്. एक तरफ बिसी रखने से दूसरे तरफ സ്വയം छूट जाता है. ഒരു ഭാഗത്ത് എപ്പോഴും ബിസിയായി ഇരിക്കുന്നത് കൊണ്ട് മറുഭാഗത്ത് നിങ്ങൾ സ്വയം സുരക്ഷിതരാകുകയാണ്. അതായത് മറുഭാഗത്തു നിന്ന് നിങ്ങൾ വിടുതൽ, നിങ്ങൾക്ക് മോചനം കിട്ടുകയാണ്. അതായത് മനസ്സിനെ ശുദ്ധ സങ്കല്പങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് കൊണ്ട് ബാബ പറയാണ് വ്യർത്ഥമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ്, മോചിതരാകുകയാണ്. അതാ ബാബ പറയുന്നത് ഒരു ഭാഗത്ത് ബിസിയാക്കി വയ്ക്കുന്നതിലൂടെ മറുഭാഗത്ത് സ്വയം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, മോചിതരാകുകയാണ്. മന്ഥൻ കർണേ കേ ലിയേ തോ ബോധ് ഖജാന ഹെ. മന്ഥനം ചെയ്യുന്നതിന് വേണ്ടി, മനനം ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം ഖജനാവുകൾ ബാബ തന്നിട്ടുണ്ട്. ഇസ്മേ മൻ കോ ബിസി രഖ്ന ഹെ. ഇതിൽ മനസ്സിനെ ബിസിയാക്കി വയ്ക്കണം.
समय की रफ्तार तेज है व आप लोगों के पुरुषार्थ की रफ्तार तेज है. സമയത്തിൻ്റെ സ്പീഡാണോ തീവ്രമായി പോകുന്നത് അതോ കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡാണോ തീവ്രമായി പോകുന്നത്? अगर समय तेज चल रहा है और पुरुषार्थ ढीला है तो उसकी റിസൾട്ട് क्या होगी? സമയം വളരെ തീവ്രമായി പോവുകയും പുരുഷാർത്ഥം വളരെ തണുത്ത മട്ടിലുമാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? സമയം ആകെ നിക്കൽ ജായേഗ और പുരുഷാർത്ഥ രഹ ജായെങ്കി. അപ്പം ബാബ പറയുകയാണ്, സമയം മുന്നോട്ട് പോവുകയും ചെയ്യും, പുരുഷാർത്ഥി അവിടെ നിന്ന് പോവുകയും ചെയ്യും. അതായത് സമയം വളരെ തീവ്രമായി മുന്നോട്ട് പോവുകയും പുരുഷാർത്ഥം വളരെ തണുത്ത രീതിയിലാണെങ്കിൽ ബാബ ചോദിക്കുക റിസൾട്ട് എന്തായിരിക്കും? അതായത് സമയം കടന്നു പോവുകയും ചെയ്യും, പുരുഷാർത്ഥി അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. സമയക്ക് ഗാഡി ചൂട്ട് ജായെങ്കി, സമയത്തിൻ്റെ വണ്ടി വിട്ടുപോകും, അത് കയ്യിൽ നിന്ന് വിട്ടുപോകും. സവാർ ഹോനെ വാലെ രഹ ജായെങ്കി, യാത്ര ചെയ്യേണ്ടവർ അവിടെ നിന്നു പോകും, വണ്ടി വിട്ടുപോകും. സമയമാകുന്ന വണ്ടി ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല, അതതിൻ്റെ സമയത്ത് പോവുക തന്നെ ചെയ്യും. സമയക്ക് കോൺ സി തേജ് ദേഖ്തേ ഹോ, സമയത്തിൻ്റെ ഏത് തീവ്രതയാണ് നിങ്ങൾ കാണുന്നത്? സമയമേ ബീത്തി കോ ബീത്തി കർണേക്ക് തേജ് ഹേ, സമയത്തിന് കഴിഞ്ഞത് കഴിഞ്ഞതായി കാണുന്ന തീവ്രതയാണുള്ളത്. വഹി ബാത്തുക്കോ സമയം ഫിർ കബ് റിപ്പീറ്റ് കർത്താ ഹെ, അതേ കാര്യത്തെ സമയം പിന്നെ എപ്പോഴാണ് ആവർത്തിക്കുന്നത്? ബാബ ചോദിക്കുകയാണ്, സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സമയം തീവ്രമായി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, ഏത് കാര്യത്തിലാണ്? അതായത് സമയം ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കില്ല, അതായത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ആ കാര്യം എന്നാണ് പിന്നെ ആവർത്തിക്കുന്നത്, എപ്പോഴാണ് ആ കാര്യം പിന്നെ ആവർത്തിക്കുന്നത്? तो पुरुषार्थ की जो भी कमियां हैं उसमें बीती को बीती समझ आगे हर सेकंड में उन्नति को लाते जाओ तो समय के समान तेज चल सकते हो. അപ്പോൾ പുരുഷാർത്ഥത്തിൽ എന്തെല്ലാം കുറവുകളാണോ ഉള്ളത് അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതായി മനസ്സിലാക്കി ഇനി ഭാവിയിലേക്ക് ഓരോ സെക്കൻഡിലും തൻ്റെ ഉന്നതി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയത്തിന് സമാനം തീവ്രമായി പോകാൻ കഴിയും. അപ്പം ബാബു പറയുകയാണ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇതുവരെയും തൻ്റെ പുരുഷാർത്ഥത്തിൽ എന്തെല്ലാം കുറവുകളാണോ ഉള്ളത് അത് മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന സമയത്തേക്ക് ആ കുറവുകളെ തിരുത്തി മുന്നോട്ട് തീവ്രമായി പോവുകയാണെങ്കിൽ സമയത്തിനനുസരിച്ച് തന്നെ നമുക്ക് തീവ്ര പുരുഷാർത്ഥം ചെയ്തു പോകാൻ കഴിയും. സമയത്തോ രചനാഹേന, സമയം രചനയാണല്ലോ. രചനാമേ ഏഹ് ഗുണ ഹേ തോ രചയിതാമേ ഭി ഹോനാ ചാഹിയേ. അപ്പം ബാബ പറയാണ്, രചനയിൽ ഈ ഗുണമുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും രചയിതാവിലും ഇത് കാണണമല്ലോ. ഡ്രാമ ക്രിയേഷൻ ഹേ തോ ക്രിയേറ്റർ കെ ബെച്ചെ ആപ്പ് ഹോന. ഡ്രാമ രചനയാണ്, നിങ്ങൾ രചയിതാവിൻ്റെ ക്രിയേറ്ററിൻ്റെ മക്കളാണ്. തോ ക്രിയേറ്റർ കെ ബെച്ചെ ക്രിയേഷൻ സെ ഡീലേക്കും. ബാബ ചോദിക്കുകയാണ്, രചയിതാവിൻ്റെ മക്കൾ രചനയേക്കാൾ തണുത്തു പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ സമയം രചനയാണ്, നമ്മൾ ഓരോരുത്തരും രചയിതാവിൻ്റെ മക്കൾ, ബാബയുടെ മക്കൾ, മാസ്റ്റർ രചയിതാവാണ്. അപ്പോൾ ശരിക്കും നമുക്കനുസരിച്ചിട്ട് വേണം സമയം പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കൽ നോക്കുമ്പോൾ സമയം വളരെ തീവ്രമായി മുന്നോട്ട് പോവുകയും നമ്മൾ കുറച്ച് അയഞ്ഞ രീതിയിൽ തണുത്ത രീതിയിൽ പോവുകയും ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ലല്ലോ ആകേണ്ടത് എന്ന് ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്. इसलिए सिर्फ एक बात का ध्यान रहे कि जैसे ड्रामा में हर सेकंड अथवा जो बात बीती जिस रूप से बीत गई वह फिर से रिपीट नहीं होगी. അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഏതുപോലെ ഡ്രാമയിൽ ഓരോ സെക്കൻഡും, അതായത് ജോ ബാത്ത് ബീത്തി, ഏത് കാര്യം കഴിഞ്ഞു, ഏത് രൂപത്തിലാണോ കഴിഞ്ഞു പോയത് അത് വീണ്ടും റിപ്പീറ്റ് ആകുകയില്ല. ഫിർ റിപ്പീറ്റ് ഹോങ്കി 5,000 വർഷയ്ക്ക് ബാദ്. പിന്നെ ആ കാര്യം അതേ രൂപത്തിൽ ആവർത്തിക്കുന്നത് 5000 വർഷത്തിന് ശേഷമാണ്. വൈസേ ഹി
കംജോരിയോ കോ ബാർ ബാർ ക്യോ റിപ്പീറ്റ് करते हो? അപ്പം ബാബ ചോദിക്കുകയാണ്, പിന്നെ ഈ കുറവുകളെ എന്തുകൊണ്ടാണ് കൂടെ കൂടെ ആവർത്തിക്കുന്നത്? അതായത് ബാബയുടെ സമയത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. അതായത് സമയം ഏത് കഴിഞ്ഞു പോകുന്നു അത് അതേപോലെ പിന്നെ ആവർത്തിക്കുന്നത് 5000 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ സമയം നമ്മുടെ രചനയാണ്. അപ്പം നമ്മൾ മാസ്റ്റർ രചയിതാവാണ്. അപ്പോൾ രചയിതാവും അതായത് ഏത് കാര്യം കഴിഞ്ഞു പോയോ അതിനെ ആവർത്തിക്കാൻ പോകുന്നത് അത് തന്നെ തെറ്റുകൾ തന്നെ ബാബ പറയുകയാണ്. കുട്ടികളിൽ നിന്ന് വന്നു ഭവിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ ഇനി 5000 വർഷത്തിന് ശേഷമല്ലേ വരികയുള്ളൂ. പക്ഷേ കുട്ടികൾ എന്തുകൊണ്ടാണ് ആ കുറവുകളെ, തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. अगर यह कमजोरियाँ रिपीट न होने पाए तो फिर पुरुषार्थ तेज हो जाएंगे. ഈ കുറവുകൾ ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷാർത്ഥം തീവ്രമാകും. जब कमजोरी समेटी जाती हैं तब कमजोरी की जगह पर शक्ति भर जाती है. തൻ്റെ കുറവുകളെ ഇല്ലാതാക്കുമ്പോൾ ആ സ്ഥാനത്ത് ശക്തി നിറയാൻ തുടങ്ങും. अगर कमजोरियाँ रिपीट होती रहती है तो शक्ति नहीं भरती है. കുറവുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശക്തി നിറയുകയില്ല. അപ്പോൾ ബാബ പറയുകയാണ്, നമ്മുടെ കുറവുകൾ ഇല്ലാതാകുകയാണെങ്കിൽ ആ കുറവിരുന്ന ഭാഗത്ത് ശക്തി നിറയും. കുറവിനെ വീണ്ടും വീണ്ടും നമ്മൾ ശക്തിഹീനതകളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശക്തിക്കിരിക്കാൻ, ശക്തി നിറയാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ശക്തിഹീനരായിത്തീരും. ഇസിലിയെ ജോ ബീത്ത സോ ബീത്ത. അതുകൊണ്ട് എന്ത് കഴിഞ്ഞു അത് കഴിഞ്ഞുപോയി. കംജോരി കി ബീത്തി ഹുയി ബാത്തേ ഫിർ സങ്കൽപ്പ് മേ ഭി നഹി ആനാ ചാഹിയേ. കഴിഞ്ഞു പോയിട്ടുള്ള ശക്തിഹീനതയുടെ കാര്യങ്ങൾ പിന്നെ സങ്കല്പത്തിൽ പോലും വരാൻ പാടില്ല. അഗർ സങ്കല്പ് ചലത്തെ ഹേ തോ വാണി ഔർ കർമ്മമേ ആ ജാത്തെ ഹേ. അഥവാ സങ്കല്പം വരുന്നു എങ്കിൽ പിന്നെ അത് ശബ്ദത്തിലും കർമ്മത്തിലും വരും. സങ്കല്പ മേ ഹി ഖതം കർ ദേംഗെ തോ വാണി കർമ്മമേ നഹി ആയെങ്കെ. സങ്കല്പത്തിൽ തന്നെ അതില്ലാതാക്കുകയാണെങ്കിൽ പിന്നെ ശബ്ദത്തിലും കർമ്മത്തിലും വരികയില്ലല്ലോ. അപ്പം ബാബു പറയുകയാണ്, സങ്കല്പത്തിൽ തന്നെ നമ്മളതിനെ ഇല്ലാതാക്കണം, നമ്മുടെ ആ കുറവുകളെ. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ശബ്ദത്തിലും കർമ്മത്തിലും വരികയില്ലല്ലോ. ഫിർ മൻ വാണി കർമ്മ തീനോ ശക്തിശാലി ഹോ ജായെങ്കെ. പിന്നെ മനസ്സും വാക്കും കർമ്മവും മൂന്നും ശക്തിശാലിയായിത്തീരും. ബുരി ചീസ് കോ സദൈവ് ഫൗറൻ ഹി ഫേങ്കാ ജാത്താ ഹെ. മോശമായിട്ടുള്ള സാധനത്തെ പെട്ടെന്ന് തന്നെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അച്ചി ചീസ് കോ പ്രयोग किया जाता है तो बुरी बातों को ऐसे फेंको जैसे बुरी चीज़ को फेंका जाता है. അപ്പോൾ ബാബു പറയുകയാണ്, നല്ല വസ്തുക്കളെ പ്രയോഗിക്കുമ്പോൾ മോശമായിട്ടുള്ളതിനെ അങ്ങനെ എറിയണം, ഏതുപോലെ മോശമായിട്ടുള്ള വസ്തുക്കളെ എറിയാറുണ്ടല്ലോ. ഫിർ സമയ പുരുഷാർത്ഥ സെ തേജ് നഹി ജായേഗ. പിന്നെ സമയം പുരുഷാർത്ഥത്തെക്കാൾ തീവ്രമായി പോവുകയില്ല. അപ്പോൾ ബാബ പറയുകയാണ്, നമ്മൾ നമ്മുടെ മോശമായിട്ടുള്ള കാര്യത്തെ ഇപ്പോഴും മനസ്സിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മയിൽ വയ്ക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സമയം വളരെ തീവ്രമായി പോവുകയും പുരുഷാർത്ഥം പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത്, നല്ലതായിട്ടുള്ള കാര്യത്തെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ മോശമായിട്ടുള്ള കാര്യത്തെ വലിച്ചെറിയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ മോശമായിട്ടുള്ള തൻ്റെ കുറവുകളെ അങ്ങനെ വലിച്ചെറിയണം. അങ്ങനെയാകുമ്പോൾ സമയം പുരുഷാർത്ഥത്തേക്കാൾ സ്പീഡിൽ പോവുകയില്ല. സമയക്ക ഇന്തജാർ ആപ്പ് കരേങ്കെ തോ ഹം തയ്യാർ ബൈഠേ. പിന്നെ നിങ്ങൾ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ആ വരൂ ഞങ്ങൾ തയ്യാറാണ് എന്ന്. സമയ ആയേ തോ ഹം ജായേ. സമയമായിക്കഴിഞ്ഞാൽ, സമയം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പോകും. ഐസി സ്ഥിതി ഹോ ജായെങ്കി. അങ്ങനെയുള്ള സ്ഥിതി വരും. अगर अपनी तैयारी नहीं होती है तो फिर सोचा जाता है कि समय थोड़ा हमारे लिए रुक जाए. അഥവാ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമല്ലോ, സമയം കുറച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിൽ. അപ്പോൾ നമ്മൾ തയ്യാറായില്ല എങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തയാണ് വരുന്നത്, അയ്യോ കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നു എങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതെ നമ്മുടെ പുരുഷാർത്ഥം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമയം മുന്നിൽ പോവുകയില്ല.
പിന്നെ നമുക്കനുസരിച്ച് സമയം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പുരുഷാർത്ഥത്തിൽ നമ്മുടെ തന്നെ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ, നമ്മുടെ വീക്ക്നെസ് നമ്മൾ അപ്പം തന്നെ മറന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുന്നോട്ട് പോകണം. അതാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. ബാന്ധേലി കാ योग तेज होता है. ബന്ധനത്തിലുള്ളവരുടെ യോഗം വളരെ തീവ്രമാണ്, പ്രത്യേകിച്ച് അമ്മമാരുടെ. क्योंकि जिस बात से कोई रोकते हैं तो बुद्धि जरूर उस तरफ लगी रहती है. ഏത് കാര്യത്തെയാണ് ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധി ആ ഭാഗത്തേക്ക് തന്നെ കുടുങ്ങിയിരിക്കും. കൂടുതൽ ബുദ്ധി ആ ഭാഗത്തേക്ക് പോകും. കാരണം അരുത് എന്ന് പറയുകയാണല്ലോ. അതുകൊണ്ട് ഘർ ബൈഠേ ഭി ചരിത്രവും കാ അനുഭവം കർ സക്തേ ഹോ. വീട്ടിലിരുന്നു കൊണ്ടും ഭഗവത് ചരിത്രത്തിൻ്റെ അനുഭവം ചെയ്യാൻ കഴിയും. ലേക്കിൻ ഐസി ലഗൻ ചാഹിയെ. പക്ഷെ അത്രയും ഒരു സ്നേഹം ഭഗവാനോട് വേണം. ബാബയോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ടും ഈശ്വര ചരിത്രം അനുഭവിക്കാൻ സാധിക്കും. ജബ് ഐസി ലഗൻ അവസ്ഥ ഹോ ജായെങ്കി തോ ഫിർ ബന്ധൻ കട്ട് ജായെങ്കി. എപ്പോഴാണോ അങ്ങനെയൊരു ലഗനായിട്ടുള്ള ബാബയുള്ള സ്നേഹത്തിൻ്റെ തീവ്രത വരുന്നത്, അപ്പോൾ പിന്നെ ബന്ധനങ്ങളും എല്ലാം മുറിഞ്ഞു പോകും, ഇല്ലാതാകും. ഏക് കി യാദ് ഹി അനേക ബന്ധൻ കോ തോടനെ വാലി ഹേ. ഒന്നിൻ്റെ തന്നെ ഓർമ്മയാണ് അനേക ബന്ധനങ്ങളെ ഇല്ലാതാക്കുന്നത്. ഏക് സേ ജോഡ്നാ ഹേ അനേക സേ തോടനാ ഹേ. ഒരേ ഒരു ബാബയുമായിട്ട് ബന്ധം യോജിപ്പിക്കുകയും അനേകത്തിൽ നിന്ന് ബന്ധം ഇല്ലാതാക്കുകയും വേണം. ഏക് ബാബ് കെ സിവായി ദൂസര ന കോയി. ഒരേ ഒരു ബാബയല്ലാതെ രണ്ടാമതാരുമില്ല. ഒരേ ഒരു ബാബയിൽ മാത്രം സ്നേഹബന്ധം യോജിപ്പിക്കുക, മറ്റെല്ലാത്തിൽ നിന്നുള്ള ബന്ധത്തെ ഇല്ലാതാക്കുക. ആ സ്നേഹം വളരെ തീവ്രമായി ബാബയോട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബന്ധനത്തിലുള്ളവർക്ക് ആ ഈശ്വര ചരിത്രം അനുഭവിക്കുകയും ചെയ്യാം. അങ്ങനെ പതുക്കെ തൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകുകയും ചെയ്യാം. जब ऐसी अवस्था हो जाएंगी फिर यह बंधन आदि सभी खत्म हो जाएंगी. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ പിന്നെ എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകും. ജിത്തന അട്ടൂട്ട് സ്നേഹ ഹോങ്ക ഉത്തന ഹി അട്ടൂട്ട് സഹयोग മിലേഗ. എത്രമാത്രം മുറിയാത്ത സ്നേഹമാണോ അത്രയും തന്നെ മുറിയാത്ത സഹയോഗവും കിട്ടും. തുടർച്ചയായിട്ടും ബാബയിൽ നിന്ന് സഹയോഗം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്നേഹത്തിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടോ ബാബയോടുള്ളത്. സഹयोग नहीं मिलता इसका कारण स्नेह में कमी है. സഹയോഗം കിട്ടാത്തതിൻ്റെ കാരണം സ്നേഹത്തിൽ കുറവുണ്ട്. ബാബയോടുള്ള സ്നേഹം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും സഹയോഗവും അതിനനുസരിച്ച് കുറവേ കിട്ടുകയുള്ളൂ. അട്ടൂട്ട് സ്നേഹ രക്കർക്ക് അട്ടൂട്ട് സഹയോഗക്കോ പ്രാപ്ത് കർണ ഹേ. മുറിയാത്ത സ്നേഹം വെച്ച് മുറിയാത്ത സഹയോഗത്തെ പ്രാപ്തമാക്കാം. ബാബയോട് നമ്മൾ എത്രമാത്രം അഖണ്ഡമായ സ്നേഹം വയ്ക്കുന്നു, അത്രയും നമുക്ക് ബാബയിൽ നിന്നും അഖണ്ഡമായ സഹയോഗം പ്രാപ്തമാക്കാൻ കഴിയും. कल्प पहले का अपना अधिकार लेने लिए फिर से पहुँच गए हो ऐसा समझते हो. കഴിഞ്ഞ കൽപ്പത്തിലെ തൻ്റെ അധികാരം എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ കൽപ്പത്തെ അധികാരം എടുക്കുന്നതിന് വേണ്ടി ബാബയുടെ അടുത്ത് മക്കൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? വഹ് സ്മൃതി ആത്തി ഹേക്കി ഹം ഹി കൽപ്പ് പഹലെ ഥേ. ആ ഓർമ്മ നിങ്ങൾക്കിപ്പോഴും വരുന്നുണ്ടോ? നമ്മൾ തന്നെയായിരുന്നു കഴിഞ്ഞ കൽപ്പത്തേതും. അബീബി ഫിരിസെ ഹം ഹി നിമിത്ത് ബനേങ്കി. ഇനി ഇപ്പോഴും നമ്മൾ തന്നെ വീണ്ടും നിമിത്തമാകും. जिसको यह नशा रहता है उनके चेहरे में खुशी और ज्योति रूप देखने में आता है. ആർക്കാണോ ഈ ലഹരിയുള്ളത് അവരുടെ മുഖത്ത് സന്തോഷവും ആ ഒരു ജ്യോതിയും കാണപ്പെടും. ബാബു പറയാണ്, നമ്മൾ തന്നെയായിരുന്നു കഴിഞ്ഞ കൽപ്പത്തിലും വിജയിച്ചത്. ഇപ്പോഴും നമ്മൾ തന്നെ, ഞാൻ തന്നെ നിമിത്തമാകും. അങ്ങനെയുള്ള ആ ലഹരിയുള്ള ആത്മാവിൻ്റെ മുഖത്ത് സന്തോഷവും ഒരു തിളക്കവും പ്രത്യേകിച്ചും കാണപ്പെടും. ഉൻകെ ചേഹരേമേ അലൗകിക് അവ്യക്ത് ചമക് രഹത്തി ഹേ. അവരുടെ മുഖത്ത്
അലൗകികതയുടെയും അവ്യക്തവുമായിട്ടുള്ള ഒരു ശോഭയുണ്ടാകും, ഒരു പ്രസന്നതയുണ്ടാകും, തിളക്കമുണ്ടാകും. ഉൻകെ നയനോം സെ മുഖ സെ സദൈവ ഖുഷി ഹി ഖുഷി ദേഖെങ്കെ. അവരുടെ മുഖത്തിൽ നിന്നും അവരുടെ കണ്ണുകളിലൂടെയും എപ്പോഴും സന്തോഷമേ സന്തോഷം കാണപ്പെടും. ദേഖ്നെ വാലാ ഭി അപ്ന ദുഃഖ് ഭൂൽ ജായേ. അവരെ കാണുന്നവരും കൂടി തൻ്റെ ദുഃഖം മറക്കും. അപ്പോൾ ആരാണോ അത്രയും ബാബയുള്ള സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത്, ഞാൻ തന്നെയാണ് കഴിഞ്ഞ കൽപ്പത്തിലെ വിജയി, ഇപ്പോഴും ഞാൻ തന്നെയാണ് എന്നുള്ള ആ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികളുടെ മുഖത്ത് അലൗകികയും അതേപോലെ അവ്യക്തമായിട്ടൊരു ശോഭ, ഒരു തിളക്കം കാണപ്പെടും. ആ ശോഭയിൽ മറ്റുള്ളവരും തൻ്റെ ദുഃഖം മറന്നുപോകും. ജബ് കോയി ദുഃഖി ആത്മാ ഹോത്തി ഹേ तो अपने को खुशी में लाने लिए खुशी के साधन बनाती है ना. അപ്പോൾ ഏതെങ്കിലും ദുഃഖിയായിട്ടുള്ള ആത്മാവിനെ കാണുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സന്തോഷത്തിൻ്റേതായ സാധനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ. ആരെങ്കിലും വേദനിച്ചിരിക്കുമ്പോൾ, ആരെങ്കിലും വേദനയിൽ ബുദ്ധിമുട്ടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ. तो दर्पण में चेहरा देखने में आए. അപ്പോൾ കണ്ണാടിയിൽ ആ മുഖം കാണാൻ കഴിയണം. തുമാരെ ചേഹരെ സേ സർവീസ് ഹോ. നിങ്ങളുടെ മുഖത്തിലൂടെ സേവനം നടക്കണം. ന ബോൾത്തെ ഹുയെ ആപ്കാ മുഖ് സർവീസ് കരേ. പറയാതെ തന്നെ നമ്മുടെ മുഖം സേവനം ചെയ്യണം. ആ നിശ്ചയവും ലഹരിയും ആ സന്തോഷവും നമുക്കുണ്ടാകണം. ഓം ശാന്തി.